ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സിംപതോമിമെറ്റിക് ഡ്രഗ് ഓർ അഡ്രിനർജിക് ഡ്രഗ്. ബിഫോർ ദാറ്റ്, സിംപതോമിമെറ്റിക് ഡ്രഗ് ആക്ട് ചെയ്യുന്ന റിസപ്റ്ററിനെ കുറിച്ചിട്ട് അറിയണമല്ലേ. അതാണ് അഡ്രിനർജിക് റിസപ്റ്റർ. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, ആൽഫ റിസപ്റ്റർ ആൻഡ് ബീറ്റ റിസപ്റ്റർ. ആൽഫ റിസപ്റ്റർ ആണെങ്കിൽ എക്സൈറ്റേറ്ററി ആക്ഷനും ബീറ്റ റിസപ്റ്റർ ആണെങ്കിൽ ഇൻഹിബിറ്ററി ആക്ഷന് പ്രൊഡ്യൂസ് ചെയ്യും. Alpha receptor is again classified into alpha 1 and alpha 2. Alpha 1 is again classified into alpha 1A, alpha 1B and alpha 1D. Beta receptor is classified into beta 1, beta 2 and beta 3. അഡ്രിനർജിക് ഡ്രഗ് എന്ന് വെച്ചാൽ അഡ്രിനർജിക് റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് അഡ്രിനർജിക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിമിലർ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗാണ് അഡ്രിനർജിക് ഡ്രഗ്. അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത് അഡ്രിനർജിക് ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ആക്ഷനോട് സിമിലറാണ്. അഡ്രിനർജിക് ഡ്രഗ് മെയിൻലി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് 3 ടൈപ്പായിട്ടാണ്: ഡയറക്റ്റ് ആക്ടിങ്, ഇൻഡയറക്റ്റ് ആക്ടിങ് ആൻഡ് മിക്സ്ഡ് ആക്ടിങ്. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് ആക്ടിങ് അഡ്രിനർജിക് ഡ്രഗ്. ഡിറക്ട്ലി ആൽഫ ഓർ ബീറ്റ അഡ്രിനോ റിസപ്റ്ററിൽ പോയിട്ട് ആക്ട് ചെയ്യുന്ന ഡ്രഗാണ് ഡയറക്റ്റ് ആക്ടിങ് സിംപതോമിമെറ്റിക്സ്. അതിന് എക്സാമ്പിൾ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, ക്ലോണിഡിൻ, ഐസോപ്രിനാലിൻ, സാൽബുറ്റാമോൾ. ഇൻഡയറക്റ്റ് ആക്ടിങ് സിംപതോമിമെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഡ്രഗ് അഡ്രിനർജിക് ന്യൂറോണിൽ പോയിട്ട് ആക്ട് ചെയ്യും. എന്തിന്? ടു റിലീസ് നോർ അഡ്രിനാലിൻ. പിന്നെയാണ് അഡ്രിനോ റിസപ്റ്ററിൽ പോയിട്ട് ആക്ട് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ തൈറമിൻ, ആംഫിറ്റമിൻ. ഇത് ഇൻഡയറക്റ്റ് ആക്ടിങ് അല്ലേ, അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ആക്ടിങ് സിംപതോമിമെറ്റിക്സ് എന്ന് പറയുന്നത്. ഡിറക്ട്ലി റിസപ്റ്ററിൽ പോയിട്ട് ആക്ട് ചെയ്യുന്നില്ല, അഡ്രിനർജിക് ന്യൂറോണിൽ പോയിട്ട് ആക്ട് ചെയ്തിട്ട് നോർ അഡ്രിനാലിൻ റിലീസ് ചെയ്യിപ്പിച്ചിട്ടാണ് അഡ്രിനോ റിസപ്റ്ററിൽ പോയിട്ട് ആക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ, മിക്സ്ഡ് ആക്ടിങ് സിംപതോമിമെറ്റിക്സ്. ഇത് ഡയറക്ട്ലിയും ആക്ട് ചെയ്യും ഇൻഡയറക്ട്ലിയും ആക്ട് ചെയ്യും, അതുകൊണ്ടാണ് മിക്സ്ഡ് ആക്ഷനുള്ള സിംപതോമിമെറ്റിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എഫെഡ്രിൻ, ഡോപ്പമിൻ. നെക്സ്റ്റ് ആർ ക്ലാസിഫിക്കേഷൻ ഓഫ് അഡ്രിനർജിക് ഡ്രഗ്: ബ്രോങ്കോഡൈലേറ്റേഴ്സ്, CNS സ്റ്റിമുലൻസ്, യൂട്ടറിൻ റിലാക്സൻസ്, കാർഡിയാക് സ്റ്റിമുലൻസ്, നെയ്സൽ ഡീകൺജസ്റ്റൻസ്, അനോറക്റ്റിക്സ്. പ്രഷർ ഏജൻസിൻ്റെ അണ്ടറിൽ വരുന്ന സിംപതോമിമെറ്റിക് ഡ്രഗ് ഏതൊക്കെയെന്ന് നോക്കാം. നോർ അഡ്രിനാലിൻ ഓർ നോർ എപ്പിനെഫ്രിൻ, എഫെഡ്രിൻ, ഡോപ്പമിൻ, ഫീനൈലെഫ്രിൻ, മെത്തോക്സാമിൻ, മെഫെൻഡർമിൻ. നെക്സ്റ്റ് കാർഡിയാക് സ്റ്റിമുലൻസ്: അഡ്രിനാലിൻ, ഐസോപ്രിനാലിൻ, ഡോബ്യൂട്ടാമിൻ. നെക്സ്റ്റ് ബ്രോങ്കോഡൈലേറ്റേഴ്സിൽ വരുന്ന ഡ്രഗാണ് ഐസോപ്രിനാലിൻ, സാൽബുറ്റാമോൾ, ടർബുട്ടാലിൻ, സൽമെറ്ററോൾ, ഫോർമോട്ടെറോൾ, ബാംബുട്ടെറോൾ. നെക്സ്റ്റ് നെയ്സൽ ഡീകൺജസ്റ്റൻസ്: സൈലോമെറ്റാസോളിൻ, ഓക്സിമെറ്റാസോളിൻ, നാഫാസോളിൻ, ഫീനൈലെഫ്രിൻ, ഫീനൈൽ പ്രൊപ്പനോലമൈൻ, സ്യൂഡോ എഫെഡ്രിൻ. CNS സ്റ്റിമുലൻസിൽ വരുന്ന ഡ്രഗാണ് ആംഫിറ്റമിൻ, ഡെക്സ് ആംഫിറ്റമിൻ, മെത്ത് ആംഫിറ്റമിൻ, മീഥൈൽ ഫെനഡേറ്റ്. നെക്സ്റ്റ് അനോറക്റ്റിക്സ്: ആംഫിറ്റമിൻ, ഫെൻഫ്ലൂറമിൻ, ഡെക്സ് ഫെൻഫ്ലൂറമിൻ, സിബൂട്രാമിൻ. ലാസ്റ്റ് വൺ യൂട്ടറിൻ റിലാക്സൻസ്. അതിൻ്റെ അണ്ടറിൽ വരുന്ന ഡ്രഗാണ് റിറ്റോഡ്രിൻ, ഐസോസപ്രിൻ, സാൽബുറ്റാമോൾ, ടർബുട്ടാലിൻ. ഇതാണ് ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഡ്രഗുകൾ. ഫസ്റ്റ് വൺ, ഡയറക്റ്റ് ആക്ടിങ് സിംപതോമിമെറ്റിക്സ്. അതിൽ വരുന്നതല്ലേ അഡ്രിനാലിൻ. അതിനെ കുറിച്ചിട്ട് നോക്കാം, അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനും ഫാർമക്കോളജിക്കൽ ആക്ഷനും എല്ലാം നോക്കാം. അഡ്രിനാലിൻ ഓർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്ന ഒരു സിംപതോമിമെറ്റിക് കാറ്റക്കോളമൈനിൽ പെട്ടതാണ്. എപ്പിനെഫ്രിൻ്റെ കെമിക്കൽ നെയിം എന്താ? 3,4 ഡൈഹൈഡ്രോക്സി ഫീനൈൽ 2 മീഥൈൽ അമിനോ എത്തനോൾ. നെക്സ്റ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ. ആക്ഷൻ ഓഫ് അഡ്രിനാലിൻ ഈസ് റിസപ്റ്റർ മീഡിയേറ്റഡ് ആണ്. ഇറ്റ് പ്രൊഡ്യൂസ് ബോത്ത് എക്സൈറ്റേറ്ററി ആൻഡ് ഇൻഹിബിറ്ററി എഫക്റ്റ്. എക്സൈറ്ററി എഫക്റ്റിന് കാരണം സ്റ്റിമുലേഷൻ ഓഫ് ആൽഫ റിസപ്റ്റർ ആണ്, പക്ഷേ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് ഇൻഹിബിറ്ററി എഫക്റ്റ് ആണ്. ആൽഫ റിസപ്റ്റർ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഇൻഹിബിറ്ററി എഫക്റ്റ് ആണ് നടക്കുന്നത്. ഇനി ഇൻഹിബിറ്ററി എഫക്റ്റിന് കാരണം സ്റ്റിമുലേഷൻ ഓഫ് ബീറ്റ റിസപ്റ്റർ ആണ്, ബട്ട് ഹാർട്ടിൽ എന്താണ് എക്സൈറ്റേറ്ററി ആക്ഷനാണ് നടക്കുന്നത്. ബീറ്റ റിസപ്റ്റർ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഹാർട്ടിൽ എക്സൈറ്റേറ്ററി ആക്ഷനാണ് നടക്കുന്നത്. ഇതാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് അഡ്രിനാലിൻ. നെക്സ്റ്റ് ഫാർമക്കോളജിക്കൽ ആക്ഷൻ. ഹാർട്ടിലാണെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ, ഹാർട്ട് റേറ്റ്, conductivity,
ഇനി അഡ്രിനാലിന് ബ്ലഡ് പ്രഷറിനോട് എങ്ങനെ ആക്ഷൻ ഉള്ളത്? അഡ്രിനാലിൻ സിസ്റ്റമിക് ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും, ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഡിക്രീസ് ചെയ്യും, പിന്നെ ടോട്ടൽ പെരിഫറൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ഇനി ബ്ലഡ് വെസലാണെങ്കിൽ ഡൈലേഷൻ ഓഫ് കൊറോണറി ആൻഡ് മസ്കുലാർ ബ്ലഡ് വെസൽസ് ആൻഡ് കൺട്രാക്ഷൻ ഓഫ് വിസറൽ ആൻഡ് ക്യൂട്ടേനിയസ് ബ്ലഡ് വെസൽ. നെക്സ്റ്റ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഇത് പ്രൊഡ്യൂസ് ബ്രോങ്കോ ഡൈലേഷൻ, പിന്നെ സ്റ്റിമുലേഷൻ ഓഫ് റെസ്പിറേഷൻ. കണ്ണിലാണെങ്കിൽ മിഡ്രിയാസിസ് പ്രൊഡ്യൂസ് ചെയ്യും. CNSലാണെങ്കിൽ അത് ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്യില്ല, അതുകൊണ്ട് കാര്യമായിട്ട് എഫക്റ്റ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. ദെൻ മെറ്റബോളിസം ആണെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് ബ്ലഡ് ഷുഗർ ലെവൽ, ലാക്റ്റിക് ആസിഡ് ലെവൽ. ഇറ്റ് ഓൾസോ പ്രൊമോട്ട് ദി റിലീസ് ഓഫ് ഫാറ്റി ആസിഡ് ഫ്രം അഡിപ്പോസ് ടിഷ്യൂ. ഇത്രയൊക്കെയാണ് ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഓഫ് അഡ്രിനാലിൻ. നെക്സ്റ്റ് കോൺട്രാ ഇൻഡിക്കേഷൻ: പൾമനറി ഇഡിമ, മെറ്റബോളിക് അസിഡോസിസ്, ഹൈപ്പർ ടെൻഷൻ, ഇസ്കീമിക് ഹാർട്ട് ഡിസീസ്, കാർഡിയാക് അരിത്മിയ, ഹൈപ്പർ തൈറോയിഡിസം. ഇതുള്ള ആൾക്കാരൊന്നും അഡ്രിനാലിൻ എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നെക്സ്റ്റ് അഡ്വേഴ്സ് ഇഫക്റ്റ്: ഇറ്റ് പ്രൊഡ്യൂസ് അജിറ്റേഷൻ, ഹെഡ് ഏക്ക്, ട്രമർ, വീക്ക്നെസ്, ഡിസിനെസ്, പാലർ. ഇറ്റ് മീൻസ് സ്കിൻ പെയിൽനെസ് ആണ് പാലർ. പിന്നെ റെസ്പിറേറ്ററി ഇൻസഫിഷ്യൻസി, സെറിബ്രൽ ഹെമറേജ് പറഞ്ഞാൽ ബ്ലീഡിങ്. ഇതൊക്കെയാണ് അഡ്വേഴ്സ് എഫക്റ്റ്. കോൺട്രാ ഇൻഡിക്കേഷനിൽ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, കാരണം അറിയുന്ന ടേംസ് ആണെന്നാണ് എൻ്റെ വിശ്വാസം, അതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ യൂസിൻ്റെ ആ ഒരു മീനിങ് വരുന്നതാണ്. അഡ്രിനാലിൻ്റെ യൂസ് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് അലർജിക് റിയാക്ഷൻ, ഹൈപ്പോടെൻഷൻ, കൺവൾഷൻ, പിന്നെ ലോക്കൽ അനസ്തേഷ്യയിൽ അഡ്ജുവൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് മെയിനായിട്ടല്ല, കൂടുതലും അഡ്ജുവൻ്റ് ആയിട്ട്. നെക്സ്റ്റ് ഡ്രഗാണ് നോർ അഡ്രിനാലിൻ. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ പെരിഫറൽ ആൻഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം. നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ്റെ കെമിക്കൽ നെയിം എന്താ? 3,4 ഡൈഹൈഡ്രോക്സി ഫീനൈൽ ആൽഫ അമിനോ എത്തനോൾ. അഡ്രിനാലിൻ്റെ പ്രിക്കേഴ്സറാണ് നോർ അഡ്രിനാലിൻ. നെക്സ്റ്റ് അഡ്വേഴ്സ് എഫക്റ്റ്: ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ആൻസൈറ്റി, ഇറഗുലർ ഹാർട്ട് ബീറ്റ്സ്, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഹെഡ് ഏക്ക്. ഇതൊക്കെയാണ് നോർ അഡ്രിനാലിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ്. നെക്സ്റ്റ് കോൺട്രാ ഇൻഡിക്കേഷൻ: ഹൈപ്പർ തൈറോയിഡിസം, പ്രഗ്നൻസി, കൊറോണറി ത്രോംബോസിസ്. ഇതുള്ള ആൾക്കാരൊന്നും നോർ അഡ്രിനാലിന് എടുക്കാൻ പാടില്ല. നെക്സ്റ്റ് ഡ്രഗാണ് ക്ലോണിഡിൻ. ആൽഫ 2 അഡ്രിനോ റിസപ്റ്റർ അഗോണിസ്റ്റ് ആണ് ക്ലോണിഡിൻ. ഇറ്റ് ലോവേഴ്സ് ബ്ലഡ് പ്രഷർ ബൈ ഡിക്രീസിങ് ദി ലെവൽ ഓഫ് സെർട്ടൈൻ കെമിക്കൽസ് ഇൻ അവർ ബ്ലഡ്. പിന്നെ ക്ലോണിഡിന് ബ്ലഡ് വെസലിനെ റിലാക്സ് ചെയ്യിപ്പിക്കും. ആൻഡ് ഇറ്റ് ഓൾസോ അലോ ഹാർട്ട് ടു ബീറ്റ് മോർ സ്ലോലി ആൻഡ് ഈസിലി. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡയറക്ട്ലി ആക്ടിങ് അഡ്രിനർജിക് അഗോണിസ്റ്റ്, അതായത് ഇൻഡയറക്റ്റ് ആക്ടിങ് സിമ്പതോമിമെറ്റിക്സ് കുറിച്ചിട്ടാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ ഡയറക്റ്റ് ആക്ടിങ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡയറക്ട്ലി ആക്ടിങ് സിമ്പതോമിമെറ്റിക്സ് എന്ത് ചെയ്യും? നോർ എപ്പിനെഫ്രിനെ റിലീസ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെയാണ് അത് റിസപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്ന ഡ്രഗാണ് ആംഫിറ്റമിൻ. ഇറ്റ് ഈസ് എ CNS സ്റ്റിമുലൻറ്റ്. പിന്നെ അത് ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും ബൈ ദ സ്റ്റിമുലേഷൻ ഓഫ് ആൽഫ 1 ആൻഡ് ബീറ്റ 2 റിസപ്റ്റർ. ആംഫിറ്റമിൻ യൂസ് ചെയ്യുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി ഓഫ് ചിൽഡ്രനിലും നാർക്കോലെപ്സി, അതിലൊക്കെയാണ് ആംഫിറ്റമിൻ യൂസ് ചെയ്യുന്നത്. നാർക്കോലെപ്സി എന്ന് പറയുന്നത് ഒരു സ്ലീപ്പ് ഡിസോർഡറാണ്. നെക്സ്റ്റ് ഡ്രഗ് മിക്സ്ഡ് ആക്ടിങ് അഡ്രിനർജിക് അഗോണിസ്റ്റ്. അതിൽ വരുന്ന ഡ്രഗാണ് ഡോപ്പമിൻ. ഇറ്റ് ആക്ടിവേറ്റ് ബോത്ത് ആൽഫ ആൻഡ് ബീറ്റ റിസപ്റ്റർ. മിക്സ്ഡ് ആക്ടിങ് എന്ന് പറഞ്ഞെങ്കിൽ അതന്നെയല്ലേ, ഡയറക്ട്ലി ആക്ട് ചെയ്യും, ഇൻഡയറക്ട്ലി ആക്ട് ചെയ്യും അല്ല. ഇറ്റ് ഈസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രസൻറ്റ് ഇൻ CNS ആൻഡ് അഡ്രിനൽ മെഡുല്ല. ഇറ്റ് ഇൻക്രീസസ് ഹാർട്ട് റേറ്റ് ആൻഡ് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ. ഡോപ്പമിനെ മെറ്റബോളിസം ചെയ്യുന്നത് ആരാ? മാവോ ആൻഡ് കോംറ്റ്. അത് രണ്ടും എൻസൈമാണ്. ആ എൻസൈമാണ് ഡോപ്പമിനെ മെറ്റബോളൈസ് ചെയ്യുന്നത്. ഇനി ഡോപ്പമിൻ്റെ യൂസാണ് യൂസ്ഡ് ഫോർ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഷോക്ക്, ഹൈപ്പോടെൻഷൻ, സിവിയർ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലർ. ഇതിനൊക്കെയാണ് ഡോപ്പമിൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അഡ്വേഴ്സ് ഇഫക്റ്റ്: ഹൈപ്പർ ടെൻഷൻ, അരിത്മിയ. അത് അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് ഡോപ്പമിൻ. ഇനി അഡ്രിനർജിക് ഡ്രഗിൻ്റെ യൂസാണ് പറയാൻ പോകുന്നത്. ഹാർട്ട് ബ്ലോക്ക്, ട്രീറ്റ്മെൻറ്റ് ഓഫ് ആസ്മക്ക് ഉപയോഗിക്കുന്ന ഡ്രഗിൻ്റെ പേരാണ് സാൽബുറ്റാമോൾ. ഹൈപ്പർ ടെൻഷൻ, കാർഡിയോജനിക് ഷോക്ക്,
യൂസ്ഡ് ഫോർ ദ പ്രൊലാങ്ങേഷൻ ഓഫ് ലോക്കൽ അനസ്തറ്റിക് ആക്ഷൻ ബൈ വാസോ കൺസ്ട്രിക്ഷൻ. അതിന് എക്സാമ്പിളാണ് അഡ്രിനാലിൻ. ടു കൺട്രോൾ ലോക്കൽ ബ്ലീഡിംഗ്, എക്സാമ്പിൾ അഡ്രിനാലിൻ. ആസ് നേസൽ ഡീകൺജസ്റ്റൻറ്റ്, എക്സാമ്പിൾ ഓക്സിമെറ്റാസോളിൻ. ഇൻഹിബിഷൻ ഓഫ് യൂട്രിൻ കൺട്രാക്ഷൻ, എക്സാമ്പിൾ നൈലിഡ്രിൻ. ഇതാണ് അഡ്രിനർജിക് ഡ്രഗിൻ്റെ യൂസ്. ഇന്ന് ഡിസ്കസ് ചെയ്തത് അഡ്രിനർജിക് ഡ്രഗ്, അതിൽ തന്നെ ഡയറക്റ്റ് ആക്ടിങ്, ഇൻഡയറക്റ്റ് ആക്ടിങ്, മിക്സ്ഡ് ആക്ടിങ് ഡ്രഗിനെ കുറിച്ചിട്ടായിരുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ബൈ.